നമസ്കാരം. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. വ്യാസമഹർഷി രചിച്ചിട്ടുള്ള മഹാഭാരതം ഇതിഹാസം ചിട്ടപ്പെടുത്തിയിട്ടുള്ള ക്രമം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിട്ടോ. ഇങ്ങനെ ക്രമത്തിൽ ചേർത്ത് വെച്ചിട്ടുള്ള ഓരോ ഭാഗങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളുടെ വൈവിധ്യം അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ വ്യാസഭഗവാന് പാദനമസ്കാരം ചെയ്തു പോകും. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു കാര്യം പ്രത്യേകം പറയാം, ഈ വീഡിയോയ്ക്ക് അധികം ദൈർഘ്യമൊന്നുമില്ല. പക്ഷെ ഇതിൽ പറയുന്ന വിഷയങ്ങൾക്ക് വ്യാപ്തിയുണ്ട്, നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റാത്തത്ര ആഴവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് മാറാതെ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. പൂർണ്ണമായിട്ട് കണ്ടിട്ട് ഞാൻ പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങളിൽ കാമ്പുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് വലിച്ചിട്ടുന്നില്ല, നേരെ വീഡിയോയിലേക്ക്. രാമായണത്തിൽ കാണ്ഡങ്ങൾ എന്ന പോലെ മഹാഭാരതത്തിൽ 18 പർവ്വങ്ങളായിട്ടാണ് ഇതിഹാസത്തെ തിരിച്ചിട്ടുള്ളത്. ഓരോ പർവ്വങ്ങളെയും ഉപപർവ്വങ്ങളായും തിരിച്ചിട്ടുണ്ട്. ഇങ്ങനെ തിരിച്ചിട്ടുള്ള ഓരോ ഉപപർവ്വങ്ങളിലും ചേർത്തിട്ടുള്ള ചെറു ചെറു അധ്യായങ്ങളിലൂടെയാണ് മഹാഭാരതം ഇതിഹാസം വികസിക്കുന്നത്. നമുക്ക് ഈ 18 പർവ്വങ്ങളുടെയും പേരുകൾ ആദ്യം ഒന്ന് പരിചയപ്പെടാം. ക്രമമായിട്ട് ആദിപർവം, സഭാപർവം, വനപർവം, വിരാടപർവം, ഉദ്യോഗപർവം, ഭീഷ്മപർവം, ദ്രോണപർവം, കർണപർവം, ശല്യപർവം, സൗപ്തിക പർവം, സ്ത്രീപർവം, ശാന്തിപർവം, അനുശാസനപർവം, അശ്വമേധപർവം, ആശ്രമവാസിക പർവം, മൗസലപർവം, മഹാപ്രസ്ഥാനിക പർവം, സ്വർഗാരോഹണ പർവം എന്നിവയാണ് ഈ 18 പർവ്വങ്ങളുടെ പേരുകൾ. ഇതിനെ എളുപ്പത്തിൽ നമുക്ക് ഒരു ഓർമ്മയിൽ നിൽക്കുന്ന തരത്തിലേക്ക് ഒരു പദ്യശകലം പോലെ ആക്കാനായിട്ടുള്ളൊരു ഉപായമുണ്ട്, അതുകൂടി പറയാം. ആദിസഭാവന വിരാട ഉദ്യോഗ ഭീക്ഷ്മ ദ്രോണ കർണ ശല്യ സൗപ്തിക സ്ത്രീ ശാന്തി അനുശാസന അശ്വമേധിക ആശ്രമവാസിക മൗസല മഹാപ്രസ്ഥാനിക സ്വർഗാരോഹണ പർവ്വങ്ങൾ. ഇതൊരു പദ്യശകലം പോലെ നമ്മൾ മനഃപ്പാഠമാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പർവ്വങ്ങളുടെ പേരുകൾ ഒരിക്കലും നമുക്ക് മറന്നു പോകില്ല എന്നുള്ളൊരു പ്രയോജനം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 18 പർവ്വങ്ങളുടെയും വിശദാംശങ്ങളുടെ ഒന്ന് കടന്നു പോകാം. ആദിപർവം. ഒന്നാം പർവ്വമായ ആദിപർവത്തിൽ 19 ഉപപർവ്വങ്ങളുണ്ട്. അവയുടെ പേരുകൾ ഇവയാണ്: അനുക്രമണികാ പർവം, പർവ്വസംഗ്രഹ പർവം, പൗഷ്യപർവം, പൗലോമ പർവം, ആസ്തിക പർവം, അംശാവതരണ പർവം, സംഭവ പർവം, ജതുഗൃഹ പർവം, ഹിഡിംബവധ പർവം, ബകവധ പർവം, ചൈത്രരഥ പർവം, സ്വയംവര പർവം, വൈവാഹിക പർവം, വിദുരാഗമ രാജ്യലഭ്യ പർവം, അർജുന വനവാസ പർവം, സുഭദ്രാഹരണ പർവം, ഹരണാഹരണ പർവം, ഖാണ്ഡവദാഹ പർവം, മയദർശന പർവം. ഈ 19 ഉപപർവങ്ങളിലായിട്ട് 234 അധ്യായങ്ങൾ അടങ്ങിയതാണ് ആദിപർവം. കുരുവംശ ഉത്ഭവം, പാണ്ഡവരുടെയും കൗരവരുടെയും ജനനം, ബാല്യം എന്നിവയാണ് ഈ പർവ്വത്തിൽ വിവരിക്കപ്പെടുന്നത്. രണ്ടാമത്തെ പർവ്വമായ സഭാപർവ്വത്തില് 10 ഉപപർവ്വങ്ങളാണുള്ളത്. ഇന്ദ്രപ്രസ്ഥ നിർമ്മാണം, ചൂതുകളി, വനവാസം എന്നിവ ഇതിൽ വിവരിക്കപ്പെടുന്നു. 10 പർവ്വങ്ങളുടെ പേരുകൾ: സഭാക്രിയാപർവം, ലോകപാല സഭാഖ്യാന പർവം, രാജസൂയാരംഭ പർവം, ജരാസന്ധ വധപർവം, ദിഗ്വിജയ പർവം, രാജസൂയ പർവം, അർഘ്യാദിഹരണ പർവം, ശിശുപാല വധപർവം, ദ്യൂതപർവം, അനുദ്യൂതപർവം എന്നിവ. മൂന്നാമത്തെ പർവമായ വനപർവം അഥവാ ആരണ്യക പർവ്വത്തില് 22 ഉപപർവങ്ങളാണുള്ളത്. ഈ 22 ഉപപർവങ്ങളിലുമായിട്ട് 315 അധ്യായങ്ങളാണ് വനപർവ്വത്തിൽ ചേർത്തിട്ടുള്ളത്. പാണ്ഡവരുടെ 12 വർഷത്തെ വനവാസ വിശേഷങ്ങളാണ് ഈ പർവ്വത്തിൽ വ്യാസഭഗവാൻ പറഞ്ഞു വച്ചിട്ടുള്ളത്. ഈ ഉപപർവങ്ങളുടെ പേരുകൾ ഇവയാണ്: ആരണ്യപർവം, കിർമീരവധ പർവം, അർജുനാഭിഗമന പർവം, കൈരാതപർവം, ഇന്ദ്രലോകാഭിഗമന പർവം, നളോപാഖ്യാന പർവം, തീർത്ഥയാത്രാപർവം, ജഡാസുര വധപർവം, യക്ഷയുദ്ധപർവം, നിവാത കവച യുദ്ധപർവം, ആജഗര പർവം, മാർക്കണ്ഡേയ സമസ്യാപർവം, ദ്രൗപദീ സത്യഭാമ സംവാദ പർവം, ഘോഷയാത്രാപർവം, മൃഗ സ്വപ്നോദ്ഭവ പർവം, ഗൃഹീദ്രൗണിക പർവം, ദ്രൗപദീഹരണ പർവം, ജയദ്രഥ വിമോക്ഷണ പർവം, രാമോപാഖ്യാന പർവം, പതിവ്രതാ മാഹാത്മ്യ പർവം, കുണ്ഠലാഹരണ പർവം, ആരണേയ പർവം. ഇങ്ങനെ 22 ഉപപർവങ്ങൾ.
നാലാമത്തെ പർവ്വത്തിന്റെ പേര് വിരാട പർവ്വമാണെന്ന് പറഞ്ഞല്ലോ. 72 അധ്യായങ്ങൾ അടങ്ങിയ ഈ പർവ്വത്തിലെ 5 ഉപപർവ്വങ്ങളാണ്. അതായത് 5 ഉപപർവ്വങ്ങളിലായിട്ട് 72 അധ്യായങ്ങളാണ് വിരാട പർവ്വം എന്ന 4ാമത് പർവ്വത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാണ്ഡവരുടെ അജ്ഞാതവാസത്തെ കുറിച്ചാണ് ഈ പർവ്വത്തിൽ പറയുന്നത്. ഉപപർവ്വങ്ങളുടെ പേരുകൾ ഇതാണ്: പാണ്ഡവ പ്രവേശ പർവ്വം, സമയപാലന പർവ്വം, കീചകവധ പർവ്വം, ഗോഹരണ പർവ്വം, വൈവാഹിക പർവ്വം. യുദ്ധത്തിനായുള്ള തയ്യാറെടുപ്പുകൾ വിവരിക്കുന്ന 5ാമത്തെ പർവ്വം ഉദ്യോഗ പർവ്വമാണ്. ഇതില് 10 ഉപപർവ്വങ്ങളിലായിട്ട് 196 അധ്യായങ്ങളിലായിട്ടാണ് വ്യാസഭഗവാൻ ഇത് വിവരിച്ചിട്ടുള്ളത്. ഉപപർവ്വങ്ങളുടെ പേരിതാണ്: സേനോദ്യോഗ പർവ്വം, സഞ്ജയയാന പർവ്വം, പ്രജാകര പർവ്വം, സനത്സുജാത പർവ്വം, യാനസന്ധി പർവ്വം, ഭഗവദ്ധ്യാന പർവ്വം, സൈന്യ നിർയാണ പർവ്വം, ഉലൂക ദൂതാഗമന പർവ്വം, രഥാധിരഥ സംഖ്യാന പർവ്വം, അംബോപാഖ്യാന പർവ്വം. അങ്ങനെ 10 ഉപപർവ്വങ്ങളിലായിട്ട് 196 അധ്യായങ്ങൾ. 6ാമത് പർവ്വമായിട്ടുള്ള ഭീഷ്മ പർവ്വത്തില് 4 ഉപപർവ്വങ്ങളിലായി 122 അധ്യായങ്ങളാണ് ചേർത്തിട്ടുള്ളത്. മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പർവ്വമായിട്ട് തന്നെ ഇതിനെ കാണേണ്ടി വരും. കാരണം മറ്റൊന്നുമല്ല, ഇതിഹാസത്തിന്റെ കാതലായി കണക്കാക്കപ്പെടുന്ന ഭഗവത്ഗീത, ഗീതോപദേശം വരുന്നത് ഈ ഒരു പർവ്വത്തിലാണ്. ഗീതാപർവ്വത്തിലെ 25 മുതൽ 42 വരെയുള്ള 18 അധ്യായങ്ങളാണ് ഭഗവത്ഗീതയായിട്ട് നമ്മൾ പഠിക്കുന്നത്. 4 ഉപപർവ്വങ്ങളുടെ പേരുകൾ ഇവയാണ്: ജംബൂഖണ്ഡവി നിർമ്മാണ പർവ്വം, ഭൂമി പർവ്വം, ശ്രീമദ് ഭഗവത്ഗീത പർവ്വം, ഭീഷ്മ വധപർവ്വം. 7ാമത്തെ പർവ്വമായിട്ടുള്ള ദ്രോണ പർവ്വത്തിൽ ആകെ 8 ഉപപർവ്വങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിൽ 204 അധ്യായങ്ങൾ അടങ്ങിയിട്ടുമുണ്ട്. ദ്രോണാചാര്യരുടെ സൈന്യാധിപത്യ വിശേഷങ്ങളാണ് വ്യാസഭഗവാൻ ഈ ദ്രോണപർവ്വത്തിൽ വിവരിക്കുന്നത്. അവയുടെ 8 ഉപപർവ്വങ്ങളുടെ പേരുകൾ കേട്ടുള്ളൂ: ദ്രോണാഭിഷേക പർവ്വം, സംശപ്തക വധപർവ്വം, അഭിമന്യുവധപർവ്വം, പ്രതിജ്ഞാപർവ്വം, ജയദ്രഥവധപർവ്വം, ഘടോൽക്കചവധപർവ്വം, ദ്രോണവധപർവ്വം, നാരായണാസ്ത്ര മോക്ഷപർവ്വം. ഇങ്ങനെ 8 ഉപപർവ്വങ്ങൾ. 97 അധ്യായങ്ങൾ അടങ്ങിയ ഒരേ ഒരു ഉപപർവ്വമാണ് 8ാമത്തെ പർവ്വമായിട്ടുള്ള കർണപർവ്വത്തിലുള്ളത്. കർണവധപർവ്വം എന്ന ഈ ഒരു ഉപപർവ്വത്തില് കർണന്റെ സൈന്യാധിപത്യത്തെക്കുറിച്ചും വീരമൃത്യുവിനെ കുറിച്ചുമാണ് വിവരിക്കപ്പെടുന്നത്. 9ാമത്തെ പർവ്വമായ ശല്യപർവ്വത്തില് 3 ഉപപർവ്വങ്ങളിലായി 65 അധ്യായങ്ങളാണുള്ളത്. ശല്യവധപർവ്വം, ഹ്രദപ്രവേശപർവ്വം, ഗദായുദ്ധപർവ്വം എന്നിവയാണ് ഉപപർവ്വങ്ങളുടെ പേരുകൾ. യുദ്ധത്തിലെ ശല്യരുടെ നേതൃത്വവും ഗദായുദ്ധത്തെയും കുറിച്ചുമൊക്കെയാണ് ഈ ഒരു പർവ്വത്തിൽ വിവരിക്കപ്പെട്ടിട്ടുള്ളത്. 10ാമത്തെ പർവ്വത്തിന്റെ പേര് സൗപ്തിക പർവ്വം എന്നാണ്. ഇതിൽ 18 അധ്യായങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള 2 ഉപപർവ്വങ്ങൾ മാത്രമാണ് ഈ ഒരു പർവ്വത്തിൽ ചേർക്കപ്പെട്ടിട്ടുള്ളത്. സൗപ്തിക വധപർവ്വം, ഐഷിക പർവ്വം എന്നിങ്ങനെയാണ് ആ ഉപപർവ്വങ്ങളുടെ പേരുകൾ. അശ്വത്ഥമാവിന്റെ രാത്രി ആക്രമണത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ രംഗം വർണ്ണിക്കുന്നത് സൗപ്തിക പർവ്വത്തിലാണ്. അടുത്തത് സ്ത്രീപർവ്വം, 11ാമത്തെ പർവ്വമാണ് സ്ത്രീപർവ്വം. ഇതിൽ ആകെ 3 ഉപപർവ്വങ്ങളുണ്ട്, 27 അധ്യായങ്ങളും. ജലപ്രധാനിക പർവ്വം, സ്ത്രീവിലാപ പർവ്വം, ശ്രാദ്ധപർവ്വം എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ. യുദ്ധശേഷമുള്ള സ്ത്രീകളുടെ വിലാപവും മരിച്ചവർക്ക് വേണ്ടിയുള്ള ബലിതർപ്പണവുമാണ് ഈ പർവ്വത്തിൽ വിവരിക്കപ്പെട്ടിട്ടുള്ളത്. ഭീഷ്മർ യുധിഷ്ഠിരന് നൽകുന്ന ഉപദേശങ്ങളാണ് 12ാം പർവ്വമായ ശാന്തി പർവ്വത്തിലുള്ളത്. 4 ഉപപർവ്വങ്ങളിലായി 365 അധ്യായങ്ങളാണുള്ളത്. ഏറ്റവും കൂടുതൽ അധ്യായങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളതും ശാന്തി പർവ്വത്തിൽ തന്നെയാണ്. രാജധർമാനുശാസന പർവ്വം, ആപദ്ധർമ്മപർവ്വം, മോക്ഷധർമ്മപർവ്വം, മോക്ഷധർമാനുശാസന പർവ്വം എന്നീ 4 ഉപപർവ്വങ്ങളിലായാണ് ഈ അധ്യായങ്ങൾ ചേർത്തിട്ടുള്ളത്. 13ാമത് അനുശാസന പർവ്വം, ദാനധർമ്മ പർവ്വം, ഭീഷ്മസ്വർഗാരോഹണം എന്നീ 2 ഉപപർവ്വങ്ങളിലായി 168 അധ്യായങ്ങളാണ് ഇതിലുള്ളത്. ധർമ്മ നിയമങ്ങളെക്കുറിച്ചും ഭീഷ്മരുടെ അന്ത്യത്തെക്കുറിച്ചുമൊക്കെ ഈ പർവ്വത്തിൽ വ്യക്തമാക്കി പറയുന്നുണ്ട്. 4ാമത് പർവ്വമാണ് അശ്വമേധ പർവ്വം. അശ്വമേധിക പർവ്വം, അനുഗീത പർവ്വം എന്നിങ്ങനെ 2 ഉപപർവ്വങ്ങളാണ് ഇതിലുള്ളത്. ഇതിൽ രണ്ടിലുമായിട്ട് 92 അധ്യായങ്ങളും.
യുധിഷ്ഠിരൻ നടത്തിയ അശ്വമേധ യാഗത്തെക്കുറിച്ചിട്ടാണ് ഈ പർവ്വത്തിൽ പറയുന്നത്. 15ാമത് പർവ്വം ആശ്രമവാസിക പർവ്വം. ഈ പർവ്വത്തിലും 2 ഉപപർവ്വങ്ങൾ തന്നെയാണുള്ളത്. ആശ്രമവാസ പർവ്വം, നാരദാഗമന പർവ്വം ഇവയാണത്. വെറും 39 അധ്യായങ്ങളാണ് ഈ പർവ്വത്തിലുള്ളത്. ധൃതരാഷ്ട്രരും ഗാന്ധാരിയും കുന്തിയും വനവാസത്തിന് പോകുന്ന രംഗമാണ് ഈ പർവ്വത്തിൽ വിവരിക്കുന്നത്. 16ാമത്തെ പർവ്വമാണ് മൗസല പർവ്വം. ഈ പർവ്വത്തിൽ ആകെ 8 അധ്യായങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഉപപർവ്വങ്ങളായി തിരിച്ചിട്ടുമില്ല. എങ്ങനെയാണ് യാദവ വംശത്തിന് നാശം സംഭവിച്ചത് എന്ന് വ്യാസഭഗവാൻ ഈ പർവ്വത്തിൽ വർണ്ണിക്കുന്നുണ്ട്. 17ാമത് പർവ്വമായ മഹാപ്രസ്ഥാനിക പർവ്വത്തില് പാണ്ഡവ പ്രസ്ഥാനം, ദ്രൗപദ്യാധിപതനം, യുധിഷ്ഠിര സ്വർഗാരോഹണം എന്നിങ്ങനെ 3 അധ്യായങ്ങളിലായിട്ട് പാണ്ഡവരുടെ അന്ത്യയാത്രയെക്കുറിച്ച് വ്യാസഭഗവാൻ വർണ്ണിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ പർവ്വമായ സ്വർഗാരോഹണ പർവ്വത്തില് പാണ്ഡവരുടെ സ്വർഗപ്രാപ്തിയെക്കുറിച്ചിട്ടാണ് വിവരിച്ചിട്ടുള്ളത്. 5 അധ്യായങ്ങളിലായിട്ടാണ് ഈ ഒരു കാര്യം വ്യാസഭഗവാൻ നമുക്കായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട ഒരാൾക്ക് മഹാഭാരത ഇതിഹാസത്തിൽ എത്ര പർവ്വങ്ങളുണ്ടെന്നും ഓരോ പർവ്വത്തിലും എത്ര ഉപപർവ്വങ്ങളുണ്ടെന്നും അങ്ങനെയുള്ള ഉപപർവ്വത്തിൽ എത്ര അധ്യായങ്ങൾ ഉൾച്ചേർന്ന് കിടപ്പുണ്ടെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഐഡിയ കിട്ടിക്കാണുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങനെയുള്ള കൂട്ടത്തിൽ നിങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തു കേട്ടോ. അപ്പോൾ വരുന്ന വീഡിയോയിൽ നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം, മഹാഭാരത കഥകൾ കേട്ടുകൊണ്ടേയിരിക്കാം. നമസ്കാരം.